എനിക്കിഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ സിസിലി. ദേവാലയ സംഗീതരുടെ മധ്യസ്ഥയായിട്ടാണ് ഈ വിശുദ്ധ അറിയപ്പെടുന്നത്. ദൈവത്തിന് വേണ്ടി എല്ലാം കാഴ്ചവെച്ച് തൻ്റെ സംഗീത ശുശ്രൂഷ ഈശോയ്ക്ക് വേണ്ടി മാത്രം കൊടുത്തുകൊണ്ട് ജീവിച്ച ഒരു കന്യാവ്രതത്വം കാത്തു സൂക്ഷിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ സിസിലി. തൻ്റെ വിവാഹത്തിന് ശേഷം തൻ്റെ ഭർത്താവിനോട് താൻ ഒരു വിശുദ്ധിയായിട്ട് ജീവിക്കുമെന്നും തൻ്റെ കന്യാവ്രതം എന്നും കാത്തു സൂക്ഷിക്കുമെന്ന് ഈശോയ്ക്ക് കൊടുത്ത വാഗ്ദാനം അവൾ തൻ്റെ ഭർത്താവിനോട് തുറന്നു പറഞ്ഞു. വിജാതീയ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സിസിലിയുടെ ഭർത്താവ്. തൻ്റെ കന്യാവ്രതം കാത്തു സൂക്ഷിക്കാനായി തൻ്റെ കൂടെ ഒരു മാലാഖ എപ്പോഴും ഉണ്ടാകും എന്നുള്ള കാര്യം തൻ്റെ ഭർത്താവിനോട് സിസിലി പറഞ്ഞു. തൻ്റെ പിന്നിലുള്ള മാലാഖയെ കാണിച്ചു കൊടുക്കാൻ ഭർത്താവ് സിസിലിയോട് ആവശ്യപ്പെട്ടു. സിസിലി ജ്ഞാനസ്നാനം സ്വീകരിച്ച് താൻ ഈശോയെ സ്വീകരിച്ചാൽ മാത്രമേ മാലാഖയെ കാണാൻ പറ്റൂ എന്നുള്ള കാര്യം ഭർത്താവിനോട് പറഞ്ഞു. അതേ തുടർന്ന് ഭർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ മുറിയിലോട്ട് കടന്നു വന്നപ്പോൾ സിസിലിയോടൊപ്പം തൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന മാലാഖയെയും അദ്ദേഹം കാണുകയും ചെയ്തു. ദേവാലയ സംഗീതരുടെ പ്രത്യേക മധ്യസ്ഥയായി ആദരിക്കപ്പെടുന്ന സിസിലി എല്ലാ ദേവാലയങ്ങളിലും ഗാനാർച്ചന ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും മധ്യസ്ഥയും കൂടെയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ എന്നും ഞാൻ ഈശോയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ സിസിലിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഗാനാർച്ചന തുടങ്ങുക. അതിനുള്ള ആത്മധൈര്യവും എനിക്ക് വിശുദ്ധ സിസിലി നൽകുന്നു. സ്നേഹരാജ്യത്തിൽ ചേർക്കണമേ.